ഹായ്, ഞാൻ വന്നിരിക്കുന്നേ ഒരു 25 വർഷം മുമ്പുള്ള ഒരു കഥയായിട്ടാണ് വന്നിരിക്കുന്നത്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. അത് ഈയിടെ പോപ്പുലർ ആയ കഥയാണ്, വൈറലായ കഥയാണ്. അതായത് നമ്മുടെ മലയാളത്തിലെ ഫ്രണ്ട്സിലെ ഫ്രണ്ട്സ് നമ്മുടെ സിനിമ തമിഴിലേക്ക് റീമേക്ക് ചെയ്തപ്പം അതിന്റെ കുറച്ച് ഭാഗങ്ങൾ ഷൂട്ട് ചെയ്യാനായിട്ട് തിരുവനന്തപുരത്ത് വിജയും സൂര്യയൊക്കെ വന്നായിരുന്നു. അപ്പം ഷൂട്ടിങ്ങിന് ഫുഡൊക്കെ കൊടുക്കാവുന്ന സമയമാകുമ്പോൾ ഒരു 3-4 വയസ്സുള്ള ഒരു കൊച്ചു വന്ന് എന്നും വന്ന് ഫുഡ് മേടിച്ച് കഴിക്കുന്നുണ്ട്. ആ സെറ്റിലുള്ള നല്ല കമ്പനിയായി. അപ്പൊ ലൈഫ് ബോയ് അതൊക്കെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. ആ ലൈഫ് ബോയ്ക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട കൊച്ചിനെ ആ കൊച്ചിനോട് ഫുഡൊക്കെ കറക്റ്റായിട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ഇത് സൂര്യയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പൊ സൂര്യ ഈ ഷൂട്ട് എല്ലാം കഴിഞ്ഞ് പായ്ക്ക് പറഞ്ഞ് പോകാൻ നേരത്ത് ഈ കൊച്ചിന്റെ കാര്യങ്ങൾ അന്വേഷിക്കാട്ടി അവരുടെ വീട്ടിൽ ചെന്നപ്പം വീടെല്ലാം പൊളിഞ്ഞാടി ഇടിഞ്ഞ് പൊളിഞ്ഞ് കിടക്കുവാണ്. അപ്പൊ വീടെല്ലാം മനസ്സിലായി. അപ്പൊ അയലോക്കാർ എന്ന് പറഞ്ഞ് പിന്നെ അയലോക്കാരുടെ അടുത്ത് ഇങ്ങനെ അന്വേഷിച്ചപ്പം അയലോക്കാർ പറഞ്ഞ് ഒരു 3-4 ദിവസം മുമ്പേ ഒരു ചെറുപ്പക്കാരൻ വന്ന് ഈ കൊച്ചിനെയും അവരുടെ അമ്മയ്ക്ക് വയ്യാത്തയാണ്. ആ വയ്യാത്ത അമ്മയും കൂട്ടിക്കൊണ്ട് പോയി ഈ വീട് പുതുക്കി പണിഞ്ഞ് അടിപൊളി വീടും വെച്ചു കൊടുക്കാന്ന് പറഞ്ഞ് ഇപ്പൊ തൽക്കാലം ഒരു വാടക വീട്ടിലോട്ട് താമസം മാറ്റി ഇവരുടെ ഫുൾ ചെലവും ഇവരുടെ ഫുൾ കാര്യങ്ങളും നോക്കിയോളാൻ പറഞ്ഞ ആ ചെറുപ്പക്കാരൻ ഇവരെ കൂട്ടിക്കൊണ്ടു പോകുന്നതാണ്. ആ ചെറുപ്പക്കാരന്റെ പേരാണ് ജോസഫ് വിജയ്. അതായത് ഇപ്പോഴത്തെ തമിഴ്നാട് മുഖ്യമന്ത്രി ദളപതി വിജയ്. ആ കൊച്ചിനെ പഠിപ്പിച്ച് ഹൈദരാബാദിലെ IMAയിൽ 4th ഇയർ പഠിക്കുകയാണ് ആ കൊച്ചി. ഇതാണ് ജോസഫ് വിജയ്. സൂര്യൻ രക്ഷിക്കാണ്ടാണ് വന്നത്. പക്ഷെ അതിനു മുമ്പ് ജോസഫ് വിജയ് രക്ഷിച്ചു കഴിഞ്ഞു. ഇത് കേൾക്കുമ്പോഴല്ലേ നമ്മുടെ രോമൊക്കെ എഴുന്നേറ്റിരിക്കുന്നത്. രോമാഭിജികേഷനാണ് ഇതൊക്കെ കാണുമ്പോ. എങ്ങനെയുണ്ട്? അതാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയാലും ഒരു സംശയമില്ല. അദ്ദേഹത്തിനെ ആക്കിയത് അവിടുത്തെ ജനങ്ങൾക്കറിയാം. അദ്ദേഹത്തിനെ ആക്കി കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് ഗുണം ഉണ്ടാകുന്നത്. അദ്ദേഹം ഇന്ന് നിന്നും തുടങ്ങിയ സഹായങ്ങളല്ല, നേരത്തെ പോലെ ചെയ്താണ്. അതുകൊണ്ടാണ് അദ്ദേഹം മുഖ്യമന്ത്രി ആയതിന് ഒരു അത്ഭുതവും ഇല്ല. അദ്ദേഹം മുഖ്യമന്ത്രിയല്ല, പ്രധാനമന്ത്രി വരെ ആകും. അതിനുള്ളത് ഒരു മനുഷ്യനാണെന്ന് മനസ്സിലായി. ജനങ്ങൾക്ക് ഗുണമുള്ള ഒരു മനുഷ്യനാണ് മനസ്സിലായ മകലാകും.